ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ്. നമ്മൾ ആദ്യം ഒരു ഗെയിം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ആയിരുന്നു, ഞാനും അതുപോലെ നമ്മൾ. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ നമ്മുടെ അമ്മൂമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഗെയിം എന്താ അമ്മൂമ്മയ്ക്ക് അറിയാമോ? ട്രഷർ ഹണ്ട്. അപ്പോൾ നമുക്ക് ട്രഷർ ഹണ്ട് തുടങ്ങാം. ഓ ശരി. അപ്പം ഈ ട്രഷർ ഹണ്ടിനകത്ത് വലിയ തുകകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഒരു നിധി പോലൊന്നും അല്ല. കുറച്ച് ചില്ലറ ഉള്ളതൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ച് കളിപ്പാട്ടമൊക്കെ ഉണ്ട്. അതിമോക്ക് മിഠായി ഉണ്ട്, കളിപ്പാട്ടം ഉണ്ട്, അതൊക്കെ ഉള്ളൂ. പിന്നെ അതിഥി മോളെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ കളി ഞാൻ തുടങ്ങിയത്. പക്ഷെ അതിമോക്ക് ചീട്ടൊന്നും വായിക്കാൻ അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അമ്മൂമ്മയും കൂടെ കൊണ്ടുവന്നത്. അങ്ങനെ ആക്കിയിട്ടുണ്ടേ. അപ്പൊ ഇനി ഞാൻ ആദ്യത്തെ ചീട്ട് കൊടുക്കട്ടെ. ഇനി ഇത് തരത്തില്ല കേട്ടോ ഇങ്ങനെ ചീട്ട്. ഇനി നിങ്ങൾ പോയി കണ്ടുപിടിക്കും. ഇവിടെ ബൈക്ക് കയറും, പക്ഷെ കാറ് കയറില്ല. ഏതാ? ട്രഷർ ഹണ്ടിന്റെ വീഡിയോ ചെയ്തപ്പം ഒരു കുരങ്ങ വന്നു, അതിന്റെ വീഡിയോ ഉൾപ്പെടുത്താം. അപ്പൊ ഉത്തരം കിട്ടിയോ? കിട്ടി. എന്തുവാ? കാറ് കയറും, പക്ഷെ കാറ് കയറത്തില്ല, ബൈക്ക് കയറും. ഷെഡ്. ഓക്കെ, നമുക്ക് ഷെഡിലോട്ട് പോവാം. അവിടെ ഇതുപോലൊരു ചീട്ട് ഇരിപ്പുണ്ടോ നോക്കിയിട്ട്. നമ്മൾ ആദ്യമായിട്ടാ വോയിസ് ഓവർ ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ചെയ്യുന്നു. കുഞ്ഞാറ്റ അത് കൊടുത്തരാ മക്കളെ. അന്റെ ഷെഡിനകത്തൊരു ചീട്ട് ഇരിപ്പുണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് പോയി പോയി കണ്ടുപിടി. അവിടെ പോയി ഉണ്ടോന്ന് നോക്ക്. അവിടെ എവിടെയും ഒരു മഞ്ഞ കളർ ചീട്ടിരിപ്പുണ്ടോന്ന് നോക്കാം. അതല്ല അത് അതിഥിക്ക് കളിക്കാൻ തന്നതല്ലേ അമ്മു. അതല്ല മോളെ, അവിടൊക്കെ നോക്കാം അമ്മുമ്മ. ഇതൊരു പസിലാട്ടോ. ഞാൻ നെയിം ഫ്രൂട്ട് ട്രീയിൽ ഒളിച്ചിരിപ്പുണ്ട്. ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം, എന്നാ കിട്ടും. ഇത് നെയിം ഫ്രൂട്ട് ട്രീ. നെയിം ഫ്രൂട്ട് എന്തുവാ? പേരമരത്തിനകത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞ കളർ. ആ ചീട്ടല്ലോ എടുത്തോണ്ട് വരണം. അത് തന്നെ. അമ്മൂമ്മ ട്രഷർ ഹണ്ട് ഇതുവരെ കളിച്ചിട്ടില്ല. ഈ പേരമരം തന്നെയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരുപാട് പേരമരങ്ങൾ ഇവിടെ ഇല്ലേ? ഇവിടെ അടുത്ത് കളിക്കാനൊന്നും വരുന്നില്ല ഗൈസ്. നിങ്ങൾ കുരങ്ങ പിടിച്ചോണ്ട് വിട്ടേ. നേരെ പോകൂ, കിണറിന്റെ പുറകിലുണ്ട്. ഇവിടുന്ന് നേരെ പോയാൽ കാണുന്ന കിണർ അതാ. അപ്പൊ അതിന്റെ പുറകിൽ നോക്ക്, സിമ്പിൾ അല്ലേ? പുറകിൽ നോക്ക്, കിണറിന്റെ പുറകിൽ പോയി. അവിടെ എവിടെയാന്ന് ഞാൻ നിങ്ങൾക്കത് വെള്ളച്ചീട്ടാട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? വെള്ളച്ചീട്ട. അമ്മമ്മ കണ്ടുപിടിച്ചു. ഞാൻ വായിച്ചുതരാം. അമ്മയുടെ അടുത്തുണ്ട്, അമ്മയുടെ അടുത്ത്. അതൊക്കെ ചപ്പാത്തി കൊടുക്കും കേട്ടോ അതിഥി. അപ്പൊ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാല് ഒരു പാട്ട് പാടൂ. ഗോതമ്പ് ദോശ. ടാസ്ക് ഒരു പാട്ട് പാടൂ. ഓക്കെ, അമ്മമ്മ ഒരു പാട്ട് പാടിയേ. പാട്ടു പാടി ഉറക്കാൻ ഞാൻ താമര പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പാട്ടു പാടി ഉറക്കാൻ ഞാൻ താമര പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ. രാരിരാരോ 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 രാരിരോ രാരിരാരോ 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 രാരിരോ. അതിഥി കൈ കൊട്ടിയേ. അതിഥി പാട്ട് പാടുന്നോ? കാക്കേ കാക്കേ കൂടെ ഇവിടെ പാടുവോ? അപ്പോൾ അടുത്ത ക്ലൂ ഞാനാട്ടോ തരണ്ടേ. അപ്പോൾ അടുത്ത ക്ലൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, തിന്നാൻ പുളി, കാണാൻ രസം, അമ്മമ്മയ്ക്ക് പ്രിയങ്കരം, ചമ്മന്തി അരക്കാൻ സുഖകരം. സീമപ്പുളി. ഓക്കെ, കറക്റ്റ്. സീമപ്പുളി, ഇരുമ്പം പുളി, പുളിഞ്ചിക്ക്, അതൊക്കെ ഇവിടെ പറയുന്നതാണ് കേട്ടോ. അപ്പൊ പുളി ആ മരത്തിന്റെ അവിടെ അവിടെ ആയിരിക്കും അടുത്ത ക്ലൂ ഉള്ളത്. ആ അത് തന്നെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പുളിഞ്ചിക്കയുടെ മരം. പക്ഷെ ഇവിടെ കുറെ പുളിഞ്ചിക്ക വെറുതെ വീണ് കിടക്കുക. ആ നോക്ക് നോക്ക് നോക്ക്, പുളി പിടിച്ചില്ല. നോക്ക് എവിടാന്ന് നോക്ക്. ചീട്ട് കണ്ടുപിടിക്കാനാ പറഞ്ഞത്.
ആണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നോക്ക്, ഈ സൈഡിലൊക്കെ നോക്ക്, ഞാൻ അയക്കുന്നിടത്തൊക്കെ നോക്ക്. ഒരു വെള്ള കളറാണേ, ചൂടെത്തി എന്നാലും അങ്ങ് തരത്തില്ല. മാമന് ഉപ്പേരി വേണമെന്ന് പറഞ്ഞോ? എന്റെ കാലിൽ ചോട്ടാര് ഉപ്പേരി തരാമെന്ന് പറഞ്ഞു. മാമൻ പറഞ്ഞില്ല. അതിനകത്ത് എന്താ എഴുതിയേക്കുന്നേ? ഒന്നുകൂടെ ഉണ്ട്, ഒരു ചീട്ടും കൂടെ ഉണ്ട്. ഇതിനകത്ത് എഴുതിയേക്കുന്നേ, പൂമരത്തിനടുത്ത് ഓമയുടെ പുറകിൽ. പൂമരത്തിനടുത്ത് ഓമയുടെ, പൂമരമൊക്കെ വെട്ടിക്കളഞ്ഞു. പൂമരത്തിന്, ഇത് വലിയ മരമായിരുന്നു, വെട്ടിക്കളഞ്ഞാണ്. ഈ പൂമരത്തിനടുത്തുണ്ട് ഓമയുടെ പുറകിലുമാണ്. അപ്പൊ ഏത് സ്ഥലമായിരിക്കും അത്? ഇവിടെ ആയിരിക്കും അല്ലയോ? ഈ ഭാഗത്തായിരിക്കും. അപ്പൊ അതാണ്ട് ഇവിടെ ഒന്ന് കുഴിച്ചു തുടങ്ങിക്കോ. അതിഥി വന്ന് കുഴിച്ചോ, കുഴിച്ചു തുടങ്ങിക്കോ. അതിനകത്താ ഇരിക്കുന്ന ട്രഷർ. കുഴിക്കാം. അമ്മ അതിഥിയും കൂടെ കുഴിക്കേ. സൈഡിൽ നിന്ന് അണ്ട് ഈ സാധനം വെച്ച് കുഴിക്കും. ഇത് അടയാളവാ. ഈ സൈഡൊക്കെ കുഴിക്കാം. അതാ ഇരിക്കോണ്ട് നമ്മുടെ ട്രഷർ കുട്ട. ഇന്നലെ ഒരു ദിവസം ഫുള്ള് ഇതിനകത്ത് ഇരിക്കുവായിരുന്നു. അണ്ട് ഈ സൈഡൊക്കെ തുറന്നാലേ എടുക്കാൻ പറ്റും. യെസ് കിട്ടി, യെസ് കിട്ടി. അതിഥി നിനക്ക് വേണ്ടായോ ഇത്? അപ്പൊ നമുക്ക് നേരെ അകത്ത് കൊണ്ടുപോയി അൺബോക്സ് ചെയ്യാം. ഹലോ ഗൈസ് പറ. ഞങ്ങൾക്ക് നിധിപ്പെട്ടി കിട്ടി ഗൈസ് പറ. നിധിപ്പെട്ടി, നിധി നിധി നിധിപ്പെട്ടി. പെട്ടി നമ്മുടെ കയ്യിലുണ്ട്. അമ്മൂമ്മ നേരത്തെ എന്താ ചോദിച്ചേ? ഞാൻ തുറക്കണോന്ന്. അമ്മൂമ്മ ഇത്രയും നേരം കളിച്ചിട്ട് അമ്മൂമ്മയല്ലേ തുറക്കണ്ടേ? ആ അതിഥി, അതിഥിയും തുറക്കും, അമ്മൂമ്മയും തുറക്കും. കമ്മലോ? അത് പോവാ. ആ ഇനി ഇത് തുറക്കണമെങ്കിൽ ഒരു സംഭവം ഉണ്ട്. ഇതുകൊണ്ട് ഊതണം. അത് ഊതിയാലേ തുറക്കത്തുള്ളൂ. തിരിച്ചു ഊതും. ഇവിടെ നിന്ന് കൈ എടുക്കടി. എങ്ങോട്ട് നോക്കിയാ ഊതണ്ടി? ഇതിനകത്തോട്ടോ? കുരങ്ങാന്നോ? പെട്ടെന്ന് നോക്കിക്കോണേ, കുരങ്ങ് വരുന്നോ? ആ ചെറുതായിട്ട് വന്നു. ആ വന്നു. അപ്പൊ ഇത് എടുക്കുകയാണല്ലേ? ഇനി ഇതെങ്ങനെ തുറക്കുന്നേ? തുറന്നു. ബലൂണുണ്ട്, മിഠായി ഉണ്ട്. അയ്യേ, മണ്ണിനകത്ത് കൊണ്ട് വെച്ചത്. മണ്ണിനകത്ത് കുഴിച്ചിട്ട് ഡൈനോസർ. ഇനിയാണ് നമ്മുടെ ട്രഷർ ഹണ്ടിലെ മെയിൻ സംഭവം, പൈസ. തുറക്കൂ. ഇതടക്കണ്ടായോ? ഇതടച്ചാൽ ഇതടച്ചാൽ ഇനി ഇത് തുറക്കട്ടെ. ഇതാ ഞാൻ പറഞ്ഞ കുറച്ച് ചില്ലറേ ഉള്ളൂ. എല്ലാരും ഭയങ്കര പൈസ കൊണ്ട് അമ്മൂമ്മ ചെയ്യുന്നേ. 500, 1000 രൂപയൊക്കെ വെച്ചിട്ടാ എല്ലാരും ഡ്രസ്സ്. ആ എടുക്കങ്ങോട്ട്, നിങ്ങൾക്ക് വേണ്ടി തന്നെ എടുത്തില്ലേ. ഇന്നലെ ഞാൻ അമ്മൂമ്മയോട് ചോദിച്ച ചില്ലറയുണ്ടോ? അമ്മൂമ്മ പറഞ്ഞില്ലെന്ന്. ഞാൻ പിന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് ഉറപ്പിച്ച് വെച്ചത്. 1 രൂപ എങ്ങാണ്ട് ഇരിപ്പുണ്ട് അച്ഛനെ കൈനീട്ടം തന്നത് 1-ാം തീയതി. അതെവിടാന്ന് ഓർക്കുന്നില്ല. അപ്പം എത്ര രൂപയുണ്ടെന്ന് എണ്ണി പറ പെട്ടെന്ന്. 5-2-7. നമ്മുടെ ട്രഷർ ഹണ്ടിന്റെ വിജയിയായ അമ്മൂമ്മയ്ക്ക് 13 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ട്രഷർ ഹണ്ടിന്റെ സെക്കൻഡ് 2ാം സ്ഥാനമുള്ള നമ്മുടെ അതിഥിക്ക് ഒത്തിരി കളിപ്പാട്ടങ്ങളും ബലൂണും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ഗെയിംസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ബൈ ബൈ കൊടുക്കരുത്. ബൈ.